ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഡൽഹിയിലെ സരോജിനി മാർക്കറ്റ് ഒന്ന് വിസിറ്റ് ചെയ്യണമെന്ന്. വില എവിടെ കുറവാണോ അതാണല്ലോ നമ്മുടെ ലക്ഷ്യം. പക്ഷേ ഇതുവരെ ഡൽഹി പോകാത്തതുകൊണ്ട് സരോജിനി മാർക്കറ്റിലും പോകാൻ പറ്റിയിട്ടില്ലായിരുന്നു. ഇപ്പം ദേ ഡൽഹിയിലെത്തി. സരോജിനി മാർക്കറ്റിൽ പോകാൻ വേണ്ടി ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് റെഡി ആയി നിൽക്കുവാണ്. അപ്പം ഡൽഹിയിലെ രണ്ടാമത്തെ ദിവസമാണിത്. നമുക്ക് ആക്ച്വലി കുറച്ച് ടൈമേ ഉള്ളൂ. അതിനുള്ളിൽ ഷോപ്പിംഗ് കംപ്ലീറ്റ് ചെയ്ത് തിരിച്ചു വരണം. ഇത് ഈ ഹോട്ടലിലാണ് ഞങ്ങൾ താമസിച്ചത്. ഞങ്ങളുടെ ഹോട്ടലിൻ്റെ ലോബിയിലാണ് ഇപ്പം നിൽക്കുന്നത്. അപ്പം ദേ പോയി വന്നെന്നുള്ള രീതിയിൽ ഷോപ്പിങ്ങിനായി ഞങ്ങൾ ഇറങ്ങുവാണ്. ആകെപ്പാട് 2 മണിക്കൂറേ ഉള്ളൂ. അതിനുള്ളിൽ എന്തൊക്കെ മേടിക്കാൻ പറ്റുമെന്നൊന്നും അറിയില്ല. നോക്കാം. കുറേ നാളുകൾക്ക് ശേഷം അമ്മയുടെ മടിയിലാണ്. അല്ലേ ആരുടെയും മടിയിലാണ്. നമ്മൾ സരോജിനി മാർക്കറ്റിലേക്ക് എത്തേണ്ട മണിയൊക്കെയാണ്. രണ്ടാമതൊന്നും സമയമില്ല. 1 മണിക്കൂർ സമയമുണ്ട്. ഉള്ള സമയത്തിനുള്ളിൽ എന്തെങ്കിലുമൊക്കെ മേടിക്കാം എന്ന് പറഞ്ഞിട്ട് പോവാണ്. കിട്ടിയാ കിട്ടി. വീഡിയോ ആയിരുന്നു. സരോജിനിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഗ്രൂപ്പിലുള്ള ആൾക്കാരാണ്. ഞാനിവിടെ പിന്നെ തന്നെ ഉണ്ട്. അവരെവിടെയും പോവില്ല. സത്യം പറഞ്ഞാൽ അവിടെ എത്തിയപ്പം കൺഫ്യൂഷൻ, എന്ത് മേടിക്കണം, മൊത്തത്തിൽ ഒരു കൺഫ്യൂഷൻ. കാര്യം ഒന്നാമത് ഭയങ്കര തിരക്കായിരുന്നു. പിന്നെ നോക്കി മേടിച്ചില്ലേ പണി കിട്ടും. അവിടെ ഇല്ലാത്ത സാധനങ്ങളുമില്ല, എല്ലാത്തിനും ഒടുക്കത്തെ വിലക്കുറവും. പക്ഷേ നമുക്ക് നോക്കി മേടിക്കാനുള്ള സമയപരിമിതി മൂലം നമ്മൾ എന്തൊക്കെയോ ഓടി നടന്ന് എന്തൊക്കെയോ മേടിച്ചു. ഈ കാണുന്ന ഇയറിങ്സ് ഒക്കെ വെറും 30 രൂപയാണ്. അത് കുറച്ചധികം മേടിച്ചാൽ അതിലും കുറച്ച് ഇവർ തരും. ഈ മാലയാണെങ്കിലും ഡ്രസ്സുകളാണെങ്കിലും എല്ലാത്തിൻ്റെ കോപ്പിയും അവിടെയുണ്ട്. കുറേ ബ്രാൻഡിൻ്റെയൊക്കെ ഒറിജിനലും ഉണ്ട് കേട്ടോ. പക്ഷെ നോക്കി മേടിച്ചാൽ നല്ലത് നമുക്ക് അവിടെ നിന്ന് കിട്ടും. സമയമില്ലാത്തതുകൊണ്ട് ഇനി എപ്പോഴെങ്കിലും വരുമ്പം ഒന്നുകൂടെ വരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രം മേടിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി. കാര്യം ഞങ്ങൾക്ക് പെട്ടെന്ന് വൈകുന്നേരം 3 മണിക്ക് ട്രെയിനാണ്. ഞങ്ങൾ പോയി അവിടെ 11 മണിയൊക്കെ ആകുമ്പോഴേ തുറക്കത്തുള്ളൂ. അപ്പോൾ അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ പെട്ടെന്ന് അവിടെ ഇറങ്ങി. ശരിക്കും പറഞ്ഞാൽ വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇനി എപ്പോഴെങ്കിലും പോകുമ്പോൾ ഒന്നുകൂടെ പോകണം എന്നും പറഞ്ഞിട്ടാണ് ഇറങ്ങിയത്. എന്നാലും നമുക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ കിട്ടി. അപ്പം അങ്ങനെ സരോജിനി മാർക്കറ്റ് കണ്ടു. അത്രേ ഉള്ളൂ.